അഷ്ടകായം മഹാവീരം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹികാഗർഭസംഭൂതം ഹം രാഹും പ്രണമമാമ്യഹം. നമസ്കാരം. പ്രപഞ്ചകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പാർവതി പരമേശ്വരന്മാർ അന്തഃപുരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗണപതിയെ കാവലിരുത്തി. ആര് വന്നാലും അകത്തേക്ക് കടത്തി വിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഭക്തിപൂർവ്വം ഗണപതി ഇരിക്കുമ്പോൾ പരശുരാമൻ അവിടെ എത്തി. പരശുരാമൻ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഗണപതി തടഞ്ഞു നിർത്തി. പരശുരാമൻ പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് പരമശിവനെ കാണണം, കണ്ട് ചില കാര്യങ്ങൾ പറയണം. പക്ഷെ അതൊക്കെ പറയുകയോ പറയാതിരിക്കുകയോ അത് എൻ്റെ വിഷയമല്ല. ഞാനിവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, ഞാനൊരു കുട്ടിയോ എന്തോ ആവട്ടെ, എന്നോട് ചോദിക്കണ്ടേ? നീ ബാലനായ നിന്നോട് എന്ത് ചോദിക്കാൻ? വീണ്ടും അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. വീണ്ടും ഗണപതി തടഞ്ഞു. വീണ്ടും അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഗണപതി വീണ്ടും തടഞ്ഞു. അപ്പോൾ കോപിഷ്ഠനായ പരശുരാമൻ തൻ്റെ മഴുവെടുത്ത് കൊണ്ട് പറഞ്ഞു, കഴിവുണ്ടെങ്കിൽ എന്നെ തടഞ്ഞു നോക്കൂ. എന്തായാലും ഗണപതിയും ആയുധങ്ങളെടുത്ത് രണ്ടുപേരും വൻകിട പോരാട്ടം നടന്നു. പരമശിവനെ കാണുക എന്നായിരുന്നു ഉദ്ദേശം. തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക എന്നതായിരുന്നു ഗണപതിയുടെ ഉദ്ദേശം. രണ്ടുപേരുടെയും വാശിയേറിയ പോരിനിടയിൽ ഗണപതിയുടെ കൊമ്പൊടിഞ്ഞു. ആ ശബ്ദം പ്രപഞ്ചമാകെ പ്രതിധ്വനിച്ചു. പാർവതി പറഞ്ഞു, നമ്മുടെ മകൻ എന്തോ സംഭവിച്ചിരിക്കുകയാണ് പ്രഭോ, നമുക്ക് പോയി അന്വേഷിക്കാം. അങ്ങനെ അവരവിടെ എത്തുമ്പോൾ ഇവിടെ വാർ നടക്കുകയാണ്. അവരുടെ സാന്നിധ്യം അവർ രണ്ടുപേരും പിന്മാറി. അപ്പോൾ ഗണപതിയുടെ കൊമ്പൊടിഞ്ഞ കാര്യം പാർവതി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, ഇയാളെ ശിക്ഷിക്കണം. ഇയാൾ നമ്മുടെ മകൻ്റെ കൊമ്പ് പൊടിച്ചിരിക്കുകയാണ്. സുസ്മേരവദനായി പരമേശ്വരൻ പറഞ്ഞത്, പുത്രനും ശിഷ്യനും എനിക്കൊരുപോലെയാണ്. അപ്പോൾ ശിക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ അവർ ആ നിലപാടാണ് പരമേശ്വരൻ സ്വീകരിച്ചത്. വളരെയേറെ ദുഃഖിതനായ പരശുരാമൻ പറഞ്ഞു, പുത്രനെയും ശിഷ്യനെയും ഒരുപോലെ കാണുന്ന അങ്ങയുടെ വാക്കുകൾ എന്നെ നിർമ്മലനാക്കി, പരിശുദ്ധനാക്കി. അവർ അപ്രത്യക്ഷരായി. എന്നിട്ട് ഗണപതിയോട് പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ പരശുരാമൻ പറഞ്ഞു, ഗണപതി, ഈ ഒടിഞ്ഞ ഈ കൊമ്പ് കൊണ്ട് ലോകത്തിൽ മഹോന്നതമായ ഒരു ഗ്രന്ഥം ചമയ്ക്കപ്പെടും. നമ്മൾ സ്നേഹിതരാണ് എന്ന് പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത്. ഇതൊന്നും നമുക്ക് ആലോചിക്കാം. ഒരു കാര്യം, ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് മകൻ്റെ സൈഡിൽ ചേരാതെ, ശിഷ്യൻ്റെ സൈഡിൽ ചേരാതെ അതിനൊരു പരിസമാപ്തി ഉണ്ടാക്കിയത് കൊണ്ട് പരശുരാമൻ മാത്രമല്ല പറഞ്ഞ ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശുദ്ധരായി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം.